അഞ്ച് പേരെ പാടുള്ളൂ. കാരണം ഇത് തൃത്താല നിയോജകമണ്ഡലത്തിൽ ഇന്ന് NDAയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. തൃത്താല മണ്ഡലത്തിൽ വലിയ മാറ്റങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട് മുന്നണികളുടെയും MLAമാർ അതുപോലെ തന്നെ മന്ത്രിയായവർ മാറി മാറി ഭരിച്ച് തൃത്താലയുടെ വികസന സ്വപ്നങ്ങളൊന്നും തന്നെ സാക്ഷാത്കരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തൃത്താലയിലെ ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നു. നരേന്ദ്രമോദിയുടെ നൂറുകണക്കിന് വികസന പദ്ധതികൾ എത്തിയ മണ്ഡലമാണ് തൃത്താല നിയോജകമണ്ഡലം. അത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിലായാലും ഓരോ വീട്ടിലും കിട്ടുന്ന പദ്ധതികളുടെ കാര്യത്തിലായാലും വളരെ വലിയ നേട്ടങ്ങൾ തൃത്താല നിയോജകമണ്ഡലത്തിന് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് നൽകിയിട്ടുണ്ട്. അതിൽ ജനങ്ങളെല്ലാം സംതൃപ്തരാണ്. അതേസമയം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച രണ്ട് LDFൻ്റെയും UDFൻ്റെയും MLAമാർ, അതിലൊരു LDFൻ്റെ മന്ത്രി ഉണ്ടായിരുന്ന മണ്ഡലമാണ്. പക്ഷെ ആ മണ്ഡലത്തിൽ അതിനനുസരിച്ചുള്ള വികസന കാര്യങ്ങൾ നടപ്പിലാക്കാനോ ഒന്നും തന്നെ സാധിച്ചിട്ടില്ല. നിരവധി കെട്ടിടങ്ങൾ പണി പൂർത്തിയാകാതെ കിടക്കുകയാണ്. ഹാബിറ്റേറ്റ് എന്ന കമ്പനിയെ ഏൽപ്പിച്ച നിരവധി പ്രൊജക്റ്റുകൾ മുടങ്ങിക്കിടക്കുന്നു. പ്രത്യേകിച്ചും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ട കെട്ടിടങ്ങളും ആണ് മുടങ്ങിക്കിടക്കുന്നത്. അത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. ജനങ്ങളുടെ അടിസ്ഥാന വിഷയമായിട്ട് കുടിവെള്ളം, ആ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ജൽജീവൻ മിഷൻ പദ്ധതി നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് അഭിമാന പദ്ധതിയായി എല്ലാ വീട്ടിലും എത്തിക്കാൻ പരിശ്രമിക്കുമ്പോൾ തൃത്താല നിയോജകമണ്ഡലത്തിൽ ആയിരക്കണക്കിന് വീടുകൾ ഇതുവരെയും ആ പദ്ധതികൾ എത്തിക്കാൻ ഇതുവരെ സാധിച്ചില്ല. അതുപോലെ കാർഷിക മേഖലയും അതുപോലെ തന്നെ യുവാക്കൾക്ക് തൊഴിൽ നൽകുന്ന മേഖല, സ്ത്രീ ശാക്തീകരണ മേഖല, എല്ലാ മേഖലയിലും സമ്പൂർണ്ണമായ പരാജയമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ള. നിലവിൽ ഉള്ള MLA ആയിട്ടുള്ള മന്ത്രി അടക്കമുള്ളവരും അതുപോലെ തന്നെ നേരത്തെ പ്രതിനിധീകരിച്ച കോൺഗ്രസിൻ്റെ MLAയും അതുമാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തൃത്താലയിൽ ഒരു മാറ്റം ആഗ്രഹിക്കുക. കേരളത്തിൽ മൊത്തം മാറിയിരിക്കുകയാണ്. 2024 തൃശ്ശൂരിൽ നിന്നും 3-ാം സ്ഥാനത്തുണ്ടായിരുന്ന സ്ഥലത്തും MP വിജയിപ്പിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രിയായി. 2025 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തും മേയറുണ്ടായി. അപ്പോൾ കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടായിരിക്കണം. സാംസ്കാരിക തലസ്ഥാനം ആദ്യം പിടിച്ചെടുത്തു, രാഷ്ട്രീയ തലസ്ഥാനം തിരുവനന്തപുരം പിടിച്ചെടുത്തു. ഇനി കേരളം പിടിച്ചെടുക്കാനുള്ള പോരാട്ടത്തിൻ്റെ ഭൂമിയിലാണ് NDA നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. തൃത്താലയും മാറും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.